ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. PSC എക്സാമുകളിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് 2021 മുതൽ 2025 വരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിൻ്റെ ലെങ്ത്ത് അല്പം കൂടുതലായിരിക്കും. വരാനിരിക്കുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, CPO, കമ്പനി ബോർഡ്, LGS, VO, VFA, ബെവ്കോ, LDC മുതലായ എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മൊത്തമായി കേൾക്കുക, അതിനുശേഷം ഇതിൻ്റെ PDF നോട്ടും വായിക്കുക. അതിന് നമ്മുടെ ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇതിക്ക് മുന്നത്തെ ക്ലാസ്സുകൾ കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം മക്കളെ പറഞ്ഞ ചോദ്യങ്ങൾ ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് നേരെ നമുക്ക് ബാക്കി ടോപ്പിക്സിലേക്ക് കിടക്കാം. യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ഓടിച്ച് ഒന്നുകൂടി പറയാം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അൽഫോൺസാ ഡി അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ആദ്യത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. രണ്ടുപേരെ കുറിച്ചും പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീല ജലനയം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഇനി നമ്മൾ അൽബുക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് പോയിന്റ് ഓർത്തു വയ്ക്കുക. അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥ, അതേപോലെ തന്നെ മിക്സഡ് കോളനി ആരാണ് കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽഫോൺസാ ഡി അൽബുക്കർക്കാണ്. അതേപോലെ തന്നെ പോർച്ചുഗീസ് സാമ്രാജ്യം ഇത്രയധികം ശക്തിപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് നിന്ന വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? അൽഫോൺസാ ഡി അൽബുക്കർക്ക്. അതേപോലെ തന്നെ ഏറ്റവും ശക്തനും രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും അൽബുക്കർക്കാന്നുള്ളത് ഓർക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യം ഇതായിരുന്നു. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് കാർട്ടസ് വ്യവസ്ഥ? അത് പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ പുതിയൊരു സമ്പ്രദായമായിരുന്നു കാർട്ടസ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പോകുന്ന ഏതൊരു കപ്പലിനും പോർച്ചുഗീസുകാർക്ക് കൊടുക്കേണ്ട നികുതി അല്ലെങ്കിൽ പാസിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കാർട്ടസ് എന്ന് പറയുന്നത്. 4 വിവരങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്. അതിനെക്കുറിച്ചുള്ള ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നത്, വീണ്ടും ആ ചോദ്യം വന്നിട്ടുണ്ട്, അത് പോർച്ചുഗീസുകാരാന്നുള്ളത് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി നമ്മൾ പറഞ്ഞു ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്നു മുതൽ എന്നുവരെയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ 1509 മുതൽ 1505 1505 ടു 1509 വരെയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അൽബുക്കർക്കാണെങ്കിലോ 1509 മുതൽ 1515 രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നു. പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? അൽബുക്കർക്ക് തന്നെയാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി. ഇമ്പോർട്ടൻ്റ് ആണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ, അതായത് മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി. നമ്മൾ പറഞ്ഞു അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ പോർച്ചുഗീസുകാരോട് കൂടുതൽ അനുഭാവം പുലർത്തുന്ന കുട്ടികളായിരിക്കും. അങ്ങനെ പോർച്ചുഗീസ് സാമ്രാജ്യം വ്യാപിപ്പിക്കുക ഇന്ത്യ മുഴുവൻ എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ ഈ ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ അട്ടർ ഫെയിലിയർ ആയിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി. മലാക്കയും ഹോർമൂസും കീഴടക്കിയ പോർച്ചുഗീസ് വൈസ്രോയി. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? അൽബുക്കർക്ക് തന്നെയാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയും ആര് തന്നെയാണ്? അൽബുക്കർക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ബ്രിട്ടീഷുകാരുടെ സംഭാവനകൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഇത് 2023 ഖാദി ബോർഡ് LDC പ്രിലിം സ്റ്റേജ് 2 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണെന്നുള്ളത് ഓർക്കുക.
അടുത്തത് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? രാജ്യസമാചാരം എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് അത് ഹെർമൻ ഗുണ്ടട്ട എന്നുള്ളത് ഓർക്കുക. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? നമ്മുടെ ഹെർമൻ ഗുണ്ടട്ട് തന്നെയാണ് ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത്. ഹെർമൻ ഗുണ്ടട്ട്. ഓക്കെ, താഴെ പറയുന്ന പ്രസ്താവനയിൽ ഹെർമൻ ഗുണ്ടട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണ്? അപ്പോൾ ഹെർമൻ ഗുണ്ടട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം. CPO 2023 ചോദിച്ച ചോദ്യമാണ്. ഹെർമൻ ഗുണ്ടർട്ട് ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായിരുന്നു. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചു. അത് 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി. ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടാമത്തെയാണ്. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ഹെർമൻ ഗുണ്ടട്ട എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഹെർമൻ ഗുണ്ടട്ടുമായി തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ബന്ധപ്പെട്ടത് ഇതാണ് എന്നുള്ളത് ഓർക്കുക. നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിന് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജസ്യൂട്ട് മിഷണറിമാരാണ്. അപ്പോൾ മലയാളത്തിലെ വ്യാകരണ ഗ്രന്ഥവും അതേപോലെ തന്നെ നിഘണ്ടുവും തയ്യാറാക്കുന്നതിന് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജസ്യൂട്ട് മിഷണറിമാരായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ബേസ് ലെവൽ ചോദ്യമാണ് മക്കളെ, തെറ്റിച്ച് കളയരുത്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥം ആരാണ് രചിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലെമന്റ് പിയാനോസ് ആണ്. ക്ലെമന്റ് പിയാനോസ് ആണ് സംക്ഷേപ വേദാർത്ഥം എന്ന ഗ്രന്ഥം രചിച്ചത്. ക്ലെമന്റ് പിയാനോസ്. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ പ്രസിദ്ധപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടട്ട്. മക്കളെ ചോദിക്കാറുണ്ട് എന്നാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ 1847 മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ ശ്രദ്ധിക്കുക. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം അതേപോലെ തന്നെ പശ്ചിമോദയം എന്നിവ പ്രസിദ്ധപ്പെടുത്തിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ്. ഏതു വർഷമാണെന്ന് ചോദിച്ചാൽ 1847. ഓക്കെ, അതേപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതും ആരാണ്? ഹെർമൻ ഗുണ്ടട്ടാണ്. ഓക്കെ, അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതും ഹെർമൻ ഗുണ്ടട്ട എന്നുള്ളത് ഓർക്കുക. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതും ഹെർമൻ ഗുണ്ടട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നും പഠിച്ചു വയ്ക്കുക. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിന് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജസ്യൂട്ട് മിഷണറിമാരാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചാൽ അത് സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ക്ലെമന്റ് പിയാനോസ്. മലയാളത്തിലെ ആദ്യ പത്രങ്ങളായ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ പ്രസിദ്ധപ്പെടുത്തിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് 1847. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതും ഹെർമൻ ഗുണ്ടട്ടാണ്. ഓക്കെ, ഇനി ഒരു കൺഫ്യൂസിങ് ഫാക്റ്റ് നമുക്ക് നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. ഓക്കെ, അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. ശ്രദ്ധിക്കുക, മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ്. ഓക്കെ, അപ്പോൾ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്.
മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാർ കേന്ദ്രീകരിച്ചാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS, ചർച്ച് മിഷൻ സൊസൈറ്റി CMS, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അതായത് BEM ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയത് ഏത് മിഷൻ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഓക്കെ, കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായ പ്രസ്താവന കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതന്ത്ര്യദിനാന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ തെറ്റായ പ്രസ്താവന. കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ലണ്ടൻ മിഷണറി സംഘത്തിലെ പ്രധാനിയാണ് റവനൻ മീഡ് എന്ന് പറയുന്നത്. 1818 മട്ടാഞ്ചേരിയിൽ ഒരു വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ഡൗസൻ ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ 1818 സ്വാതിരുനാളിൻ്റെ കാലത്തല്ല കൊച്ചിയിൽ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത്. 1818 മട്ടാഞ്ചേരിയിൽ ഒരു വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ഡൗസൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആരാണ്? ഡൗസൻ. ഓക്കെ, ഇനി നമുക്ക് മിഷണറി സംഘങ്ങളും പ്രവർത്തന മേഖലകളും നമുക്ക് നോക്കാം. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS എവിടെയായിരുന്നു ഇവരുടെ പ്രവർത്തന മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലാണ്. ആര്? ലണ്ടൻ മിഷൻ സൊസൈറ്റി. അതായത് LMSൻ്റെ പ്രവർത്തന മേഖല ഏത് പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS പ്രവർത്തിച്ചതിരുന്നത്. ഓക്കെ, അടുത്തത് ചർച്ച് മിഷൻ സൊസൈറ്റി CMS, അത് കൊച്ചി കേന്ദ്രീകരിച്ച് കൊച്ചി തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചാണ് ചർച്ച് മിഷൻ സൊസൈറ്റി പ്രവർത്തിച്ചത്. അപ്പോൾ ചർച്ച് മിഷൻ സൊസൈറ്റി പ്രവർത്തിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചി തിരുവിതാംകൂറാണ് ചർച്ച് മിഷൻ സൊസൈറ്റി പ്രവർത്തിച്ചത്. ബാസൽ ഇവാഞ്ചലിക്കൻ മിഷൻ അതായത് BEM പ്രവർത്തിച്ചത് മലബാർ കേന്ദ്രീകരിച്ചാന്നുള്ളത് ഓർക്കുക. കുറച്ചു മുമ്പ് നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞതാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഏത് സ്ഥലമായിരുന്നു അവരുടെ പ്രവർത്തന മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാർ ആയിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, നാഗർകോവിൽ ഉൾപ്പെടെയുള്ള തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ സാൽവേഷൻ ആർമി വിഭാഗത്തിലെ മിഷണറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ട്വിങ്കിൾ ആയിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ നാഗർകോവിൽ ഉൾപ്പെടെയുള്ള തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ സാൽവേഷൻ ആർമി വിഭാഗത്തിലെ മിഷനറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ട്വിങ്കിൾ ആയിരുന്നു. ഓക്കെ, 1862 എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനായി മലബാറിൽ സ്ഥാപിക്കപ്പെട്ട വിദ്യാലയമാണ് ബ്രണ്ണൻ സ്കൂള്. ശ്രദ്ധിക്കുക, 1862 എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനായി മലബാറിൽ സ്ഥാപിക്കപ്പെട്ട വിദ്യാലയമാണ് ബ്രണ്ണൻ സ്കൂള്. ഏതാണ്? ബ്രണ്ണൻ സ്കൂള്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി പാർവതിഭായി ആണ്. അപ്പോൾ ആരാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാണി ഗൗരി പാർവതിഭായി ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ഇദ്ദേഹം. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത്
റാണി ഗൗരി പാർവതിഭായി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറയുന്ന മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ തന്നേക്കുന്നതാണ്. നമുക്കറിയാം അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ബേസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ രാജവംശവും അതിൻ്റെ പഴയ പേര്. ഇപ്പോൾ തിരുവിതാംകൂർ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് തിരുവിതാംകൂർ അറിയപ്പെട്ടത്. വേണാടാണെങ്കിൽ ചിറവാ സ്വരൂപം, കൊച്ചി ആണെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോടാണെങ്കിൽ നെടിയിരിപ്പ് സ്വരൂപം, കോലത്തുനാടാണെങ്കിൽ കോലസ്വരൂപം, കൊട്ടാരക്കര ഇളയെടുത്ത് സ്വരൂപം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറാണ് 1888. തിരുവിതാംകൂർ രാജാക്കന്മാർ അന്ന് അറിയപ്പെട്ടത് ശ്രീ പത്മനാഭ ദാസൻ എന്ന പേരിലാണ്. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം രചിച്ചത് ഉള്ളൂരും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഞ്ചീശ മംഗളമാണ്. തിരുവിതാംകൂറിൻ്റെ ആരാധനാമൂർത്തി പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല, ശ്രീ പത്മനാഭദാസൻ എന്ന പേരിലാണ് അവർ നിലവിൽ ഭരണം വരെ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീ പത്മനാഭനാണ് എന്തെന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധനാമൂർത്തി ശ്രീ പത്മനാഭ സ്വാമി. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ ഡിലനോയി ആണ്. തിരുവിതാംകൂറിൻ്റെ വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസ എന്നുള്ളത് നമുക്കറിയാം. തിരുവിതാംകൂറിൻ്റെ അശോകൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ കേരളത്തിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിക്രമാദിത്യ വരഗുണനാണ്. അപ്പോൾ കേരളത്തിൻ്റെ അശോകൻ വിക്രമാദിത്യ വരഗുണൻ. അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയുടെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമോഘവർഷനാണ്. അപ്പോൾ 3 അശോകന്മാരെ പഠിച്ചു വച്ചേക്കുക. തിരുവിതാംകൂറിൻ്റെ അശോകനാണ് മാർത്താണ്ഡവർമ്മ. ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിക്രമാദിത്യ വരഗുണനാണ്. ദക്ഷിണേന്ത്യയുടെ അശോകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമോഘ വർഷനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു. 788 ശങ്കരാചാര്യൻ ജനിച്ചു. 1553 കൂനൻ കുരിശ് സത്യം. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യങ്ങളാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടന്ന പുരോഹിത സമ്മേളനമായിരുന്നു ഏതെന്ന് പറയുന്നത് ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AD 1599 ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത്. 813 പേരാണ് ഉദയംപേർ സുന്നഹദോസിൽ പങ്കെടുത്തത്. എത്ര പേരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ്? 813 പേരാണ്. ഇത് നിലവിൽ PSC എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഉദയംപേരൂർ സുന്നഹദോസിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 813 പേരാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 113 പേരാണ് അതിൽ കത്തനാർ, 20 പേര് ഡീക്കന്മാർ, 660 പേര് സാധാരണക്കാർ. ഇങ്ങനെയായിരുന്നു ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എത്ര പേരാണ് ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നതിൽ പങ്കെടുത്തത്? 813 പേരാണ്. എന്നാണ് ഉദയംപേരൂർ സുന്നഹദോസ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AD 1599 AD 1599 ഉദയംപേരൂർ സുന്നഹദോസ് നടന്നത്. 813 പേരാണ് പങ്കെടുത്തത്. 133 പേരാണ് കത്തനാർ, 20 ഡീക്കന്മാർ, 660 സാധാരണക്കാർ. ഓക്കെ, ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ളൊരു ചോദ്യം വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രസ്താവന നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലക്സി ഡി മെനസിസ് ആണ്. അലക്സി ഡി മെനസിസ്. സുന്നഹദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും AD 1653, ശ്രദ്ധിക്കുക മക്കളെ, ശ്രദ്ധിക്കുക, AD 1653 ജനുവരി 3. വളരെ വളരെ ശ്രദ്ധിക്കുക, കാരണം ഒത്തിരി തവണ ചോദിച്ചതാണ്. അപ്പോൾ AD 1653 ജനുവരി 3 മട്ടാഞ്ചേരി പഴയ കുരിശിനു മുമ്പിൽ സമ്മേളിച്ച് ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതാണ് കൂനൻ കുരിശ് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്ന വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്?
AD 1653 ജനുവരി 3-നാണ് കൂനൻ കുരിശ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. PSC അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത്. അതായത് ഒന്ന്, ഉദയംപേരൂർ സുന്നകദോസ് നടന്ന വർഷം 1599. കൂനൻ കുരിശ് സത്യാഗ്രഹം നടന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ കൂനൻ കുരിശ് പ്രതിജ്ഞ AD 1653 ജനുവരി 3. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് കാരണമായത് ബാബിലോണിയൻ സുറിയാനി ബിഷപ്പുമാർ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന പ്രചരണമാണ്. ഓക്കെ, അപ്പോൾ കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് എന്തായിരുന്നു അതിൻ്റെ കാരണം, റീസൺ എന്ന് ചോദിച്ചാൽ ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്നതാണ് പ്രചാരണം. കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനി മെത്രോപൊലിത്തയായി അഭിഷേകം ചെയ്ത വ്യക്തിയാണ് ആർച്ച് ഡീക്കൻ തോമസ്. ഓക്കെ, അപ്പോൾ ആർച്ച് ഡീക്കൻ തോമസ് ആണ് കൂനൻ കുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനി മെത്രോപൊലിത്തയായി അഭിഷേകം ചെയ്തത്. ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആർച്ച് ഡീക്കൻ തോമസ് അല്ലെങ്കിൽ മാർത്തോമ 1 എന്നാണ് പറയുന്നത്. മതരംഗത്ത് പോർച്ചുഗീസുകാർക്ക് പരാജയത്തിനിടയാക്കിയ സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കൂനൻ കുരിശ് പ്രതിജ്ഞയായിരുന്നു. മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിന് ഇടയാക്കിയ സംഭവം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ അത് കൂനൻ കുരിശ് പ്രതിജ്ഞയാണ്. ഹൈദരാലിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആക്രമണം തുടങ്ങിയ വർഷം 1760-ലാണ്. അപ്പോൾ ഹൈദരാലിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആക്രമണം തുടങ്ങിയ വർഷം 1760. കോലത്തുനാടുമായുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ ഹൈദരാലിയെ ക്ഷണിച്ച കണ്ണൂരിലെ ഭരണാധികാരിയാണ് ആലി രാജ. ആരാണ്? ആലി രാജ. അപ്പോൾ കോലത്തുനാടുമായുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ ഹൈദരാലിയെ ക്ഷണിച്ച കണ്ണൂരിലെ ഭരണാധികാരിയാണ് ആലി രാജ. ആലി രാജയുടെ സഹായത്തോടെ ഹൈദരാലി കോലത്തുനാട് കൊട്ടാരം പിടിച്ചെടുത്തു. തിരുവിതാംകൂർ, കൊച്ചി എന്നീ പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഹൈദരാലിയുടെ രണ്ടാം ആക്രമണം 1773-ലാണ് നടന്നത്. മൈസൂർ ആക്രമണത്തെ ശക്തമായി എതിർത്തു നിന്ന നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിലുള്ള സൈന്യം തെക്കൻ മലബാർ പൂർണ്ണമായും പിടിച്ചെടുത്ത വർഷമായിരുന്നു 1788. ടിപ്പുവിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ടിപ്പുവിൻ്റെ കേരളത്തിലെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഫാറൂഖ് പട്ടണമാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ടിപ്പുവിൻ്റെ കേരളത്തിലെ ആസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്? ഫാറൂഖാണ് ടിപ്പുവിൻ്റെ കേരളത്തിലെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഫാറൂഖ്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായി ഉടമ്പടിയിലേർപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ് അർഷാദ് ബെഖാൻ എന്ന് പറയുന്ന അർഷാദ് ബെഖാൻ ആണ് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായി ഉടമ്പടിയിലേർപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ് അർഷാദ് ബെഖാൻ. മൈസൂർ ഭരണാധികാരികൾ പുകയില, ചന്ദനം, തേക്ക്, നാളികേരം, കുരുമുളക് തുടങ്ങിയ സർക്കാരിൻ്റെ കുത്തകയാക്കി മാറ്റി. മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരനായി അറിയപ്പെടുന്നത്, അപ്പോൾ മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടിപ്പു സുൽത്താനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. അടുത്തത് ശങ്കരാചാര്യർ. ശ്രീ ശങ്കരാചാര്യരുടെ കാലഘട്ടം ഓർക്കുക 788 to 820 ശ്രീ ശങ്കരാചാര്യരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീ ശങ്കരാചാര്യരുടെ കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചാൽ 788 മുതൽ 820 വരെയാണ്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടി, എറണാകുളമാണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് നിരവധി തവണ ബേസ് ലെവൽ ചോദ്യമായിട്ട് LGS, LDC, OA മുതലായ എക്സാമുകളിലൊക്കെ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. PYQ ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിട്ടും ഉണ്ടാകും. അപ്പോൾ പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യരാണ്. പ്രച്ഛന്ന ബുദ്ധൻ. ശ്രീ ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച ദർശനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അദ്വൈത ദർശനമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. അപ്പോൾ ശ്രീ ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച ദർശനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അദ്വൈത ദർശനം. എല്ലാ ഭാരതീയ ദർശനങ്ങളുടെയും പൂർണ്ണത എന്ന് വിശേഷിപ്പിക്കുന്ന ദർശനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്വൈത ദർശനമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എല്ലാ ഭാരതീയ ദർശനങ്ങളുടെയും പൂർണ്ണത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദർശനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്വൈത ദർശനമാണ്. അദ്വൈത ദർശനം ഓർക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് അഞ്ചുതെങ്ങ് കലാപം. ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട്. അഞ്ചുതെങ്ങ് കലാപം അല്ലെങ്കിൽ അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? തിരുവനന്തപുരമാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും.
അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് നടന്ന കലാപം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഏതെന്ന് പറയുന്നത്? അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം, അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം നടന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1697 അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപം നടക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചുതെങ്ങാണ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണി. ഉമയമ്മ റാണി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ ബ്രാബോൺ ആണ്. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ജോൺ ബ്രാബോൺ ആണെന്നുള്ളത് ഓർക്കുക. 1684 പണ്ടകശാല തുറക്കുന്നതിനും 1690 കോട്ട കെട്ടാനുമുള്ള അനുമതിയും നൽകി. അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയാക്കിയ വർഷം 1695. ശ്രദ്ധിക്കുക, അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച അല്ലെങ്കിൽ പണി പൂർത്തിയാക്കിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 1695 അഞ്ചുതെങ്ങ് കോട്ട പണി പൂർത്തിയാക്കിയത്. ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പണ്ടകശാലകൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, തലശ്ശേരി ഇതൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പണ്ടകശാലകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട വസ്തുതകളാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം. അഞ്ചുതെങ്ങ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ചോദിച്ചാൽ അത് 1697. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ അത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണി. ഈ ഉമയമ്മ റാണി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആറ്റിങ്ങൽ റാണി. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാനും ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷുകാരനാണ് ജോൺ ബ്രാബോൺ. 1684 പണ്ടകശാല തുറക്കുന്നതിനും 690 കോട്ട കെട്ടാനും അനുമതി നൽകി. ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പണ്ടകശാലകൾ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയൊക്കെയാണ്? അതായത് വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, തലശ്ശേരി എന്നിവിടങ്ങളിലാണെന്നുള്ളത് ഓർക്കുക. അടുത്തത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം PSC ചോദിക്കാറുണ്ട് മിക്കപ്പോഴും. അപ്പോൾ അത് നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ശ്രദ്ധിക്കുക, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ
കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതിൻ്റെ ഉത്തരം ആറ്റിങ്ങൽ കലാപമാണ് എന്നുള്ളത് ഓർക്കുക. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ആയിരുന്നു 1721 ഇത് നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇതിൽ ഏതാണ് ആറ്റിങ്ങൽ കലാപവുമായി യോജിക്കാത്ത പ്രസ്താവന? ഓപ്ഷൻ 4 ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സും വൈൻഡപ്പ് ചെയ്യാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ, എന്നാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. അപ്പോൾ എന്നാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഓക്കെ, ഇനി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അല്ലെങ്കിൽ സംഘടിത പ്രക്ഷോഭം എന്ന് പറയുന്നത്, ബാക്കിയുള്ള കലാപങ്ങളൊക്കെ നടന്നപ്പോൾ അതിന് മുൻനിരയിൽ ഒരു നേതൃത്വ സമിതി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിന് നിലവിലൊരാൾ നേതൃത്വം വഹിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വെറും കലാപങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. എന്തായിരുന്നു കലാപത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ, കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ വൻതോതിലുള്ള അഴിമതി, ഓക്കെ, അതേപോലെ തന്നെ കുരുമുളക് വിലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാണിച്ച ക്രമക്കേടുകൾ, ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പിള്ളമാരിലൂടെ നൽകാതെ നേരിട്ട് എത്തിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. അപ്പോൾ എന്തായിരുന്നു ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, വൻതോതിലുള്ള അഴിമതി, കുരുമുളക് വിലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാണിച്ച ക്രമക്കേടുകൾ, ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പിള്ളമാരിലൂടെ നൽകാതെ നേരിട്ടെത്തിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. ഇതൊക്കെയായിരുന്നു ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളായി പറയുന്നത്. കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഗീഫോർഡാണ്. അപ്പോൾ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ ആരാണ്? ഗീഫോർഡാണ്. കലാപത്തെ തുടർന്ന് തദ്ദേശീയർ പിടിച്ചടക്കിയ കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. അപ്പോൾ കലാപത്തെ തുടർന്ന് തദ്ദേശീയർ പിടിച്ചടക്കിയ കോട്ട ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചുതെങ്ങ് കോട്ടയാണ്. കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു വേണാട് ഉടമ്പടി. അപ്പോൾ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക, ഏതാണ്? വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പോൾ എന്നാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണ്? 1723. അതായത് നമ്മുടെ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഏതെന്ന് പറയുന്നത്? വേണാട് ഉടമ്പടി. ഇത് ഒപ്പുവെച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1723. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചവർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാ? ആറ്റിങ്ങൽ റാണി, അലക്സാണ്ടർ ഓം. അപ്പോൾ ആരൊക്കെയാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? നമ്മുടെ ആറ്റിങ്ങൽ റാണിയും അലക്സാണ്ടർ ഓമുമാണ്. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ അത് വേണാട് ഉടമ്പടിയാണ്. ഒപ്പുവെച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ റാണിയും അലക്സാണ്ടർ ഓമുമാണെന്നുള്ളത് ഓർക്കുക. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതാണ്? ശ്രദ്ധിക്കുക, ആദ്യത്തെ ഉടമ്പടി അതാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമായിരുന്നു. ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. അപ്പോൾ ആരാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദിത്യവർമ്മയാണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഇതായിരുന്നു, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1721 ഏപ്രിൽ 15-നാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അല്ലെങ്കിൽ സംഘടിത പ്രക്ഷോഭം എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ആറ്റിങ്ങൽ കലാപം. ഒന്നുകൂടി പറയാം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം അല്ലെങ്കിൽ സംഘടിത കലാപം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ആറ്റിങ്ങൽ കലാപം. കലാപത്തിനുള്ള പ്രധാന കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. വൻതോതിലുള്ള അഴിമതി, കുരുമുളക് വിലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാണിച്ച ക്രമക്കേട്, ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പിള്ളമാരിലൂടെ നൽകാതെ നേരിട്ടെത്തിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അതും വലിയൊരു പ്രശ്നമായി മാറി. അന്ന് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആരായിരുന്നു പിള്ളമാരിലെ നേതാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുടുമൻ പിള്ളയാണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ്. കലാപത്തെ തുടർന്ന് തദ്ദേശീയർ പിടിച്ചടക്കിയ കോട്ടയായിരുന്നു അഞ്ചുതെങ്ങ് കോട്ട. കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ, വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണെന്നുള്ളത്. അത് 1723-ലാണ്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചവർ ആറ്റിങ്ങൽ റാണിയും അലക്സാണ്ടർ ഓമുമാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയും വേണാട് ഉടമ്പടി തന്നെയാണ്. ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ. ഇനി ഒരു കൺഫ്യൂസിങ് ഫാക്റ്റ് കൂടി പഠിച്ചതിന് ശേഷം ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോ അതേപോലെ തന്നെ റിലേറ്റീവ്സോ ഇതിനു വേണ്ടി PSCക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കും കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ എത്തിക്കുക. അവർക്കും ഉപകാരപ്പെടട്ടെ ഈ ഒരു ക്ലാസ്. അപ്പോൾ ഇതാണ് കൺഫ്യൂസിങ് ഫാക്റ്റ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. നടന്ന വർഷം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1697-ലാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അല്ലെങ്കിൽ സംഘടിത പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ചോദിച്ചാൽ 1721 ഏപ്രിൽ 15 കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ രണ്ട് കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. സംഘടിത കലാപം 1721 ഏപ്രിൽ 15 നടന്ന കലാപമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്രതിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കൂടി ഒരു ക്ലാസ് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലാസ് വേണമെന്നുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്ലാസ്സും ചെയ്യുന്നതായിരിക്കും. കൂടാതെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനോടനുബന്ധിച്ച് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ അതായത് അതായത് ഒരു 10 മണി മുതൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓഫ്ലൈൻ ക്യാമ്പസുകളിൽ കിട്ടുന്ന പോലെ തന്നെ അല്ലെങ്കിൽ പെയ്ഡ് കോഴ്സിൽ കിട്ടുന്ന പോലെ തന്നെ നമ്മൾ ഫുൾ ലൈവായിട്ടുള്ള ബാച്ചുകൾ അടുത്ത ആഴ്ച മുതൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് തരുന്നതായിരിക്കും. അതൊരു റിവിഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റിവിഷൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും നാളും നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ച മൊത്തം കാര്യങ്ങളുടെയും ഒരു ക്വിക്ക് റിവിഷൻ, അതായത് ഓടിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് അവിടെ നിന്ന് ഓരോന്നും പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവത്തില്ല. ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ് ഓരോ ക്ലാസ്സുകളും. കൂടാതെ എല്ലാത്തിൻ്റെയും PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇതെല്ലാം കൂടി ചേർത്ത് ഒറ്റ നോട്ടാക്കാൻ. അപ്പോൾ എന്തായാലും റിവിഷൻ്റെ സമയത്ത് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു നോട്ടാക്കി നിങ്ങൾക്ക് സംഭവം സെറ്റ് ചെയ്ത് തരാം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷനോട് കൂടി തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതുമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സുകളിലും അതേപോലെ ഇനി വരാനിരിക്കുന്ന നമ്മുടെ അപ്കമിങ് ക്ലാസ്സുകളിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്സിൻ്റെയും നമുക്ക് ഒറ്റ ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സംഭവം കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും എന്താണ് അടുത്ത ദിവസം തന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് കിടിലമായി തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോകാം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകളിൽ ആവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.